ഇപ്പം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ജുമേ, പറ്റുമെങ്കിൽ കഞ്ഞി ഒന്ന് വാർത്ത് തരോ? നോക്കി കൈവളല്ലേ. നീ എന്താ ജുമ ഇങ്ങനെ? എന്നാ പറ. എന്ത്? രതിൻ്റെ വീട്ടിലെ കഥ. എനിക്കൊരു മൂഡില്ല. രതി പോവാറായോണ്ട് അങ്ങക്ക്? അവൻ പോയാൽ നീയില്ലേ? എന്നാ കഥ പറയും. എടി, നീ മോനെ ഉറക്കിട്ട് ബാക്കി ചെയ്താ മതി. മുമ്പാ ജയ ദോശമാവ് എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചേക്ക്. വല്യമാവന് നാളെ പുട്ടും കടലയും മതിയെന്ന്. മോനൊന്ന് എവിടെ ഇരുന്നേ? മാളെ ആ കോലാമ്പി വഴി കട്ടിൻ്റെ അടിയിലേക്കൊന്ന് വെച്ചേക്കണേ. വെച്ചിട്ടുണ്ട് അമ്മമ്മേ. ഈ പാതിരാത്രി നീ എന്തെഴുതാൻ പോവാ? കവിതയാണോ? നോക്കട്ടെ. അയ്യോ പലേട്ട, ഞാൻ മുഴുവൻ എഴുതി കഴിഞ്ഞില്ലായിരുന്നു. നിഴൽ മൗനങ്ങളിൽ നിറങ്ങൾ അറിഞ്ഞിട്ടറിയാതെ നടിച്ച്. എൻ്റെ അമ്മോ, എന്താടി ഇത്? നിനക്ക് വട്ടായോ? നിഴൽ മൗനങ്ങളിൽ നിറങ്ങൾ അറിഞ്ഞിട്ടറിയാതെ നടിച്ച് നിന്നിലെ നിന്നെ അറിയാനാവാത്ത വഴി തേടി അലയുന്ന നിമിഷങ്ങളെ മൂകനിശ്വാസപ്പാളികളാൽ അടയ്ക്കാം പുകയുന്ന മനസ്സിനെ കനലായി എരിക്കാൻ. അനക്ക് ഇനി തിരക്കാനിരിക്കാനായില്ലേ? ഞാൻ ഇരുന്നോളാം. തൊഴിലുറപ്പിൻ്റെ കായ് കിട്ടാൻ വൈകും. ഇന്നത്തെ ബീഡി കൊടുത്തിട്ട് വേണം മാളുമാൻ്റെ കുട്ടിക്ക് പിറന്നാളിൻ്റെ എന്തെങ്കിലും വാങ്ങാൻ. കഴിഞ്ഞ മാസം ലോൾക്ക് കൂറി വിളിച്ചു കിട്ടിയ കായ് കൊടുത്തേ. അതിന് എനിക്കും ആവശ്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും അനക്കിപ്പോൾ കെട്ടിയാനും കുടുംബമൊന്നുമില്ലല്ലോ. അപ്പം പിന്നെ അതിൻ്റെ ബേജാറും വേണ്ട. ഓലെ എഴുതിയ ഓരോരോ കഥകൾ വായിച്ച് ഇപ്പം ഇങ്ങനെയൊക്കെ പറയണത് ഉസ്താദിനോട് പറയുന്നുണ്ട് ഞാൻ. ഒരു ദിവസം എല്ലാം കൂടെ വലിച്ചെറിയും. ഉമ്മ പതുക്കെ, രതീൻ്റെ അമ്മ കേൾക്കും. ഓ, ഓലയുള്ളപ്പം എൻ്റെ പടച്ചോന്. ആ എഴുതല്ലേ? ആ പെണ്ണ് തടി അനങ്ങി ഒന്നും ചെയ്യൂലാന്നേ, അതുകൊണ്ട് തൊള്ളട്ടതാ. നേരം വൈകി പോട്ടെ. എന്നാ പിന്നെ ഇന്ന് ജോലിക്ക് പോവാതിരുന്നൂടെ? പോണം, പോകാഞ്ഞാ പറ്റുമോ? ഇവിടെ ഇങ്ങനെ ഒറ്റക്കിരുന്നാലേ ഗന്ധർവം കൂടും. ജുമയിരിക്കാണ്ടിരുന്നാ മതി. എന്റെ അടുത്ത് ഒരു ഗന്ധർവനും കൂടില്ല. ഇതെന്താ കഥയാ? കവിതയാ. നോക്കട്ടെ. വേണ്ട, എഴുതിയിട്ട് കാണിക്കാം. നോക്കട്ടെ. പിന്നെ തരാന്നേ. നീ പാടുവോ? ഞാൻ കവിത ഒക്കെ ചൊല്ലിയിരുന്നു. 10ാം ക്ലാസ്സോടെ നിർത്തി.
ആർക്കും വേണ്ടി ഒന്നും നിർത്താൻ പാടില്ല. ഇതൊക്കെ നിന്റെ അവകാശങ്ങളാണ്, നിന്റെ സന്തോഷങ്ങൾ. ഇങ്ങക്ക് എന്താ ഒരു സങ്കടം? ഇവിടെ വന്നിരിക്കുമ്പോൾ ചില സ്ഥലങ്ങൾ കാണുമ്പോൾ ഞാൻ ഇത്രയും കാലം ജീവിച്ച ബാലേട്ടൻ്റെ വീട് ഓർമ്മ വരും. വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ എന്നാലും പെട്ടെന്നുള്ള ഈ മാറി താമസം, അതിൻ്റെ പെയിൻ ഇപ്പോഴും മാറിയിട്ടില്ല. ഇപ്പൊ ഇവിടെ സെറ്റായില്ലേ? ഇങ്ങക്കിപ്പോടെ ഞാനൊരു എതിയൂല്ലേ? ജംഗ്ഷനുകളാണ് നമ്മൾ ഓരോ പെണ്ണുങ്ങളുടെയും ജീവിതം തീരുമാനിക്കുന്നത്. ജീവിതത്തിൻ്റെ ഓരോ ജംഗ്ഷനിലും നമ്മളെ നിർത്തും. പിന്നെ സ്വന്തമല്ലാത്ത തീരുമാനത്തിൽ ഓരോ ജംഗ്ഷനിലും പൊരുത്തപ്പെടേണ്ടി വരും. എന്തേ? രതിന്റെ അമ്മ വയ്യാത്ത പോലെ കാറിൽ പോണു പാപ്പാ. ഹലോ രതി എന്തേ? ആ അമ്മയ്ക്ക് പെട്ടെന്നൊരു തലയുറ്റല്, പ്രഷർ കൂടിയാന്ന് തോന്നുന്നു. ഞങ്ങൾ ഹെൽത്ത് സെന്ററിലേക്ക് പോവാ. അഡ്മിറ്റാ? അതറിയില്ല, ഞാൻ അവിടെ എത്തിയ ഉടനെ വിളിക്കാം. എന്റെ ഇത്ത ഫോട്ടോ കാട്ടാനായി ഇങ്ങളെ ഞാൻ കൊറേ തെരഞ്ഞു. ചായപ്പീടിയിൽ വെച്ച് കണ്ടപ്പിച്ച് തരിയണ പോലെ തോന്നിയില്ലല്ലോ. അപ്പൊ ഇത്ത നിങ്ങൾ വേറൊരു മൂഡിലായിരുന്നില്ലേ? നേരെ നോക്കി കാര്യം പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ചൂടായാലോ? അല്ലാതെ കുറിപ്പൈസ ചോദിക്കുമെന്ന് വിചാരിച്ചിട്ടല്ല അല്ല റസാക്കേ. അത് ഞാൻ തരൂലേ, ഒരു 2 ദിവസം കൂടി കഴിഞ്ഞാല്. നിങ്ങൾ ഇത് നോക്കി, ഇയാളെങ്ങനെയുണ്ട്? ഇതൊക്കെ പ്രായം കൊണ്ട് കുറെ ഏറും. ഓളിക്കും പ്രായം കുറെ ആയില്ലേ? നിങ്ങൾക്ക് അവള് കുട്ടിയായിരിക്കും. നമുക്കേ 18 കഴിഞ്ഞാ പിന്നെ നിക്കാഹ് ഉറപ്പിച്ചോണം. എന്നാലും ഈ പ്രായക്കാരൊന്നും വേണ്ട. ഇതാ ഇതാ നിങ്ങൾ ഇത് നോക്കി, എന്താ ഓസിരി. ഓന്റെ ബാപ്പയും കുട്ടികളും എല്ലാവരും കലാകാരാ. ഈ പെൺവേഷം കെട്ടി കളിക്കണ കണ്ട, ഇതാണ് വാപ്പ. ചെക്കൻ്റെ ഡാൻസ് കണ്ട. ജോലി എടുക്കണ ആരും ഇല്ല എൻ്റെ അടുത്ത്. ഇമ്മാതിരി കോപ്രായങ്ങൾ എൻ്റെ അടുത്ത് വന്നാണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. നിങ്ങൾക്ക് പറഞ്ഞാ മനസ്സിലാവൂല. യൂട്യൂബ് എന്തൊക്കെ മാസം എത്രയാ വരുമാനം വെച്ചിട്ടാ? യൂട്യൂബ് പോയിക്കായി അവിടുന്ന്. ഇതൊക്കെ വേറൊരു ഇത് വേണ്ട കൊള്ളാമോ? വേണ്ട, അതൊന്നും വേണ്ട. ഇത് നല്ല പയ്യനാ. വേണ്ടാന്ന്. അമ്മേ കൊതിപ്പോൾ എനിക്കിതാ അമ്മേ, പ്ലീസ് അമ്മേ, അമ്മേ അമ്മേ പ്ലീസ് ഇത് വെച്ചിട്ടാ ഞാൻ നിനക്ക് കുത്തുതരാൻ പോകുന്നത്. പ്ലീസ് നോക്കിക്കോ, ഒരെണ്ണെന്താ, ഒന്നുമില്ല. ഒരു പീസ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാനൊരു സർപ്രൈസ് തരാം. ഓളെടുത്തു. ആ രതീഷിന്റെ അടുത്തുണ്ടാവും. എപ്പ നോക്കിയില്ല ചെക്കൻ്റെ അടുത്ത് തന്നെ. ഈ പെണ്ണ് ചീത്തപ്പേര് കേൾപ്പിക്കും. ജുമേ
നിസ്കാരം നേരത്തെ നടത്തണ്ടല്ലോ. ഇജിങ്ങട് വാ, കാട്ടിത്തരാം ഞാൻ. പാപ്പണ്ടല്ലോ പിന്നെ എല്ലാത്തിനും കൂട്ട്. ഇതേതാ ഈ പാട്ട്? കൊള്ളാലോ. പാട്ടല്ല, കവിതയാ. രതിന്റെ അമ്മയുടെയാ. ഓ, അമ്മയുടെ കുറെ കവിത ഇവിടെ ഇരിപ്പുണ്ട്. അതിലെനിക്കിഷ്ടപ്പെട്ട ഒരെണ്ണം എടുത്ത് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കൊണ്ട് മ്യൂസിക് അയച്ചു. രാസാബീഗം. അവരത് ആൽബമായിട്ട് ഇറക്കാൻ പോവാ. രതീന്റെ അമ്മയുടെ പേരില്. ജയന്തി. ഞാനൊന്ന് കേട്ട് നോക്കട്ടെ. അതെ, ഓൻ എന്ത് ഫോട്ടോ അല്ലേ കാട്ടിയത്? എടാ, നീ എന്തിനാ ഇതൊക്കെ ഇപ്പോഴേ കെട്ടിപ്പറക്കുന്നേ? കുറച്ച് ദിവസവും കൂടെ ഇല്ലേ ഇനി പോകാനായിട്ട്? നേരത്തെ ഒന്ന് അടുക്കി വെച്ചേ ഉള്ളൂ. എന്നും പുറത്തേക്ക് പോകാനായിരുന്നു നിനക്കിഷ്ടം. പഠിത്തത്തെക്കാളും നിന്റെ അച്ഛൻ നിനക്ക് തന്നിട്ടുള്ളതും വിദേശ സ്വപ്നങ്ങളാ. നീ ഓരോ തവണ വന്നിട്ട് പോകുമ്പോഴും എനിക്ക് ഭയങ്കര വിഷമമാണ്. അമ്മ തനിച്ചാന്ന് വിചാരിക്കുമ്പോൾ എനിക്കും. എന്നാ നീ ഒരു കാര്യം ചെയ്യും, നീ എന്നെയും കൂടെ അങ്ങ് സിംഗപ്പൂരിൽ കൊണ്ടുപോകും. ഞാനൊന്ന് അടിച്ചു പൊളിക്കട്ടെ. എനിക്കൊരു ഫാമിലിയൊക്കെ ആവട്ടെ, ഉറപ്പായിട്ടും അമ്മയെ കൊണ്ടുപോകും. എല്ലാവർക്കും അവനവൻ്റെ കാര്യം. അമ്മേ, അമ്മയ്ക്ക് ഈ തറവാട്ടിൽ നിന്ന് പോകുന്നതിൽ സങ്കടമുണ്ടോ? എനിക്ക് ഈ ബന്ധുക്കാരുടെ നടുവിൽ നിൽക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ക്യാഷായിട്ട് മേടിച്ച് ഇത്രയും ദൂരത്ത് വന്ന് ഈ വീട് വാങ്ങിച്ചത്. ഐ ലൈക്ക് ദിസ് പ്ലേസ്. നിനക്ക് നിന്റെ ഇഷ്ടം, അച്ഛൻ്റെ ഇഷ്ടം, അവിടുത്തെ വീട്ടുകാർക്ക് അവരുടെ ഇഷ്ടം. അവിടുത്തെ പെണ്ണുങ്ങൾക്ക് ഇഷ്ടമൊന്നുമില്ലേ? അമ്മയുടെ എഴുത്തുകാർ പുറത്തു വന്ന് തുടങ്ങി. ഇനിയിപ്പോൾ തുടങ്ങും സ്ത്രീ സ്വാതന്ത്ര്യം. അമ്മ എല്ലാ മാതാപിതാക്കളും മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. ഞാനും ഇനി അങ്ങനെ. അതാണ് ലോക നിയമം. ചിലപ്പോഴൊക്കെ വല്ലാത്തൊരു ഒറ്റപ്പെടല. അതിനിപ്പോ എന്നാ, അമ്മയ്ക്ക് കൂട്ടിന് ചുമയിലല്ലേ? ആ, അതാണ് ആശ്വാസം. അടുത്ത ലീവിന് വരുമ്പോ ഞാനും ഒരു കല്യാണം കഴിച്ചാലോ? അത് ഇവിടുന്ന് തന്നെ ആയാലോ എന്നാ. എന്താ? ആ പെണ്ണെങ്കിലും എന്നെ പോലെ ആവാതിരുന്നാ മതിയായിരുന്നു. അമ്മമാരായി കഴിഞ്ഞാൽ പിന്നെ വേറൊരു വികാര വിചാരങ്ങളില്ലെന്നാ എല്ലാവരുടെയും ധാരണ. ബെസ്റ്റ്. ഹലോ, നിങ്ങളിപ്പോ എവിടെയാണ്? ഭേദമുണ്ടോ? വെറുതെ ഓരോന്ന് ആലോചിച്ചിട്ടാണ്. എനിക്കറിയാം, രതി പോണത് ഓർത്തിട്ടല്ലേ. ഞാനില്ല ഇവിടെ. ഓലിക്ക് വട്ട. ഞാൻ നോക്കിയോളാം. എന്തേ ഓല് പിന്നെ ആശുപത്രിയിലാ? എല്ലാ സുഖങ്ങളും ഉള്ള ആളുകൾക്ക് വേറെ പണിയൊന്നുമില്ല. വെറുതെ ഓരോന്ന് ആലോചിച്ച് വിഷമിക്കായിരുന്നു. ഇതാ പാപ്പ, ഓല പറയണ്ട. ഓ, ഞാൻ പറയണേല.
ജുമേ ഞാനും വരട്ടെ ആസ്പത്രിയിൽ. എന്നിട്ട് വേണം നിന്റെ ഉമ്മ വന്ന് എന്നെ വഴക്ക് പറയാൻ. നീ ഇപ്പൊ പോ.